നെല്ലുകുത്തിന്റെ ഈണവും ഓണപ്പാട്ടിന്റെ താളവും നിറഞ്ഞു നിന്ന വേദി. വയനാട് മാനന്തവാടി ദ്വാരകയിൽ നടന്ന ഇടവക കൃഷിഭവന്റെ കർഷക ദിനാഘോഷത്തിന് ഒട്ടും പരമ്പരാഗതമല്ലാത്ത മണ്ണറിഞ്ഞൊരു തുടക്കമാണ് കുറിക്കപ്പെട്ടത്. മാനന്തവാടി MLA ഉഷാ വിജയൻ നെല്ലുകുത്തി കാർഷിക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും മികച്ച കർഷകരെയും മിടുക്കരായ കുട്ടി കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. കുട്ടി കർഷകരെ ഈ പ്രാവശ്യം ഞങ്ങൾ ANM UP സ്കൂൾ എള്ളുമന്നത്ത് നിന്നും ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾ കുട്ടി കർഷകയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ മാനുവലേട്ടൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ കൃഷി രീതികൾ കുട്ടികളെ പഠിപ്പിക്കുകയും ആ കുട്ടികൾ കൃഷി ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പ്രാവശ്യം കുട്ടി കർഷകയായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കാർഷിക സെമിനാറും കർഷക സൗഹൃദ സദസ്സും കർഷകരുടെ സംശയങ്ങൾക്ക് മറുപടിയായപ്പോൾ കർഷക കുടുംബാംഗങ്ങളും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും മാറ്റുരച്ച കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വിവിധ കർഷക സംരംഭങ്ങളുടെ പ്രദർശനവും കാർഷിക യന്ത്രങ്ങളുടെ വിപണന സ്റ്റാളുകളും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. കേരള സർക്കാർ കേരളമാകെ ചെങ്ങോന്നൽ കർഷക ദിനമായി ആചരിക്കുകയാണ്. പക്ഷേ ഇടവകയിൽ ഇതൊരു കർഷകരുടെ ഉത്സവമാണ്. 1100 പേരാണ് ഇന്ന് 11 മണിയായപ്പോഴത്തേക്കും ഇവിടെ രജിസ്റ്റർ ചെയ്തത്. എല്ലാവർക്കും കലാപരിപാടികളും സമ്മാനങ്ങളും സദ്യയും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിക്ക് നറുക്കെടുപ്പ് നടക്കുകയാണ്. 2 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. അത് കാർഷിക ഉപകരണങ്ങൾ മുഴുവൻ. കോഴിയും താറാവും മുയലുമൊക്കെയായി വന്നവരെയെല്ലാം കൈനിറയെ സമ്മാനങ്ങൾ നൽകിയാണ് ഇടവക കൃഷിഭവൻ മടക്കി അയച്ചത്. രജിസ്ട്രേഷൻ നടത്തിയ 500-ലേറെ പേർക്ക് നറുക്കെടുപ്പിലൂടെ വാഴക്കുല, തൂമ്പ, തേങ്ങാപ്പാര, കോടാലി, അരിവാൾ തുടങ്ങി നിരവധിയായ കാർഷികോപകരണങ്ങൾ സമ്മാനമായി ലഭിച്ചു. പശുക്കിടാവ്, ആട്ടിൻകുട്ടി, കാടുവെട്ടി യന്ത്രം എന്നിവ ബമ്പർ സമ്മാനങ്ങളായി നൽകിയതോടെ കർഷക ദിനാഘോഷം നാടിനാകെ അവിസ്മരണീയമായൊരു അനുഭവമായി മാറി. കേവലം ഒരു കാർഷിക ദിനാഘോഷത്തിനപ്പുറം നാടിന്റെ നട്ടലായ കർഷകർക്ക് കൈനിറയ സമ്മാനങ്ങളും അർഹമായ ആദരവും നൽകി ചേർത്ത് പിടിക്കുന്ന ഇടവക കൃഷിഭവന്റെ മാതൃക മറ്റ് കൃഷിഭവനുകൾക്കും കണ്ടുപഠിക്കാവുന്ന ഒന്നാണ്. വീഡിയോ ജേർണലിസ്റ്റ് തഹസിനൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.